500 വർഷത്തിനിടെ ഇതാദ്യമായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്പെഷ്യലൈസ്ഡ് മെയിൻ്റെനൻസ് ക്രൂവിലേക്ക് 2 സ്ത്രീകളെ നിയമിച്ച് വത്തിക്കാൻ. ബസിലിക്കയുടെ അറ്റകുറ്റപ്പണികൾ, പുനരുദ്ധാരണം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന ഫാബ്രിക്ക ഡി സാൻ പിയട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ മുമ്പ് സ്ത്രീകൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും മെയിൻ്റെനൻസ് സ്റ്റാഫിൻ്റെ ഭാഗമാകുന്നത് ഇതാദ്യമാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. സാൻ പിയാട്രിനിയുടെ 2 ടീമുകൾ യഥാക്രമം വത്തിക്കാൻ ബസിലിക്കയുടെയും അതിൻ്റെ സൗകര്യങ്ങളുടെയും മേൽനോട്ടം, ശുചീകരണം, പരിപാലനം എന്നീ പ്രധാന ചുമതലകൾ നിറവേറ്റുന്നതിനായി ദിവസവും ഒരേ സമയം പ്രവർത്തിക്കുന്നു. ബസിലിക്ക പുതുതായി ആരംഭിച്ച സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് ആൻഡ് ട്രഡീഷണൽ ട്രേഡിൽ കൊത്തുപണിയും അലങ്കാര പാസ്റ്ററിങ്ങും പഠിച്ച 2 ഇറ്റാലിയൻ വനിതകളാണ് പുതിയ അംഗങ്ങൾ. 2022 പുതിയ തൊഴിലാളികളെ കരകൗശല കലാപരമായ കഴിവുകളിൽ പരിശീലിപ്പിക്കുന്നതിനായി വത്തിക്കാൻ ബസിലിക്കയുടെ ആർട്ട് ആൻഡ് ട്രേഡ് സ്കൂൾ ആരംഭിച്ചത്. 1506 ഏപ്രിൽ 18 സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തറക്കല്ലിട്ടുകൊണ്ട് സ്ഥാപിതമായ ഫാബ്രിക്ക കഴിഞ്ഞ 500 വർഷങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനും റോമിൻ്റെ മധ്യഭാഗത്തുള്ള മറ്റ് ചരിത്രപരമായ തെരുവുകൾക്കും വഴിയൊരുക്കുന്ന ചെറുതും ചതുരാകൃതിയിലുള്ളതുമായ കല്ലുകളുടെ ഇറ്റാലിയൻ നാമമായ സാൻ പിയട്രിനി എന്ന പേരിൽ നിന്നാണ് മെയിൻ്റെനൻസ് ക്രൂ അതിൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നത്.